എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ശ്രീ സുഭാഷ് ബാബു സാറിൻ്റെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ്. നല്ല പ്രഭാഷകനും ചിന്തകനും അധ്യാപകനുമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. വളരെ ബഹുമാനവും ആദരവും അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രഭാഷണം കേൾക്കുവാനിടയായി. പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: രാഹു എന്ന ഗ്രഹം എവിടെയെങ്കിലും കാണിച്ചു തരാമോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗ്രഹമേ ഇല്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഞാൻ ഒരു ജ്യോതിഷനായതുകൊണ്ട് തന്നെ ഒരു എളിയ മറുപടി നൽകാം എന്ന് കരുതുകയാണ്. ഗ്രഹങ്ങൾ 4 വിധമാണുള്ളത്. 1 റോക്കി പ്ലാനറ്റ്, 2 ഗ്യാസ് പ്ലാനറ്റ്, 3 ഐസ് പ്ലാനറ്റ്, 4 പവർ പ്ലാനറ്റ് അല്ലെങ്കിൽ മാസ് പ്ലാനറ്റ്. എല്ലാ ഗ്രഹങ്ങളും പാറക്കെട്ടുകളും ധാതുക്കളും അടങ്ങിയതല്ല. ഇതിൽ റോക്കി പ്ലാനറ്റുകളാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഗ്യാസ് പ്ലാനറ്റുകൾ വ്യാഴം, ശനി. ഐസ് പ്ലാനറ്റുകൾ യുറാനസ്, നെപ്റ്റ്യൂൺ. പവർ പ്ലാനറ്റുകളിൽ പെടുന്നതാണ് രാഹു, കേതു, ഗുളികൻ. ഇത് ഒരു ഊർജ്ജമണ്ഡലം മാത്രമാണ്, ദൃശ്യമല്ല. ഉദാഹരണത്തിന് ഭൂമിയിലുള്ള ബർമുഡ ട്രയാങ്കിൾ ഒരു ഊർജ്ജമണ്ഡലമാണ്. കാണാൻ കഴിയില്ല, പക്ഷേ അനുഭവമുണ്ട്. എന്നതുപോലെ രാഹു എന്ന ഗ്രഹത്തെ കാണാൻ കഴിയില്ല. നമ്മൾ ആധുനിക യുഗത്തിൽ കണ്ടെത്തിയതൊക്കെ ഋഷികൾ മുൻപേ പറഞ്ഞിരുന്നത് തന്നെയാണ്. ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ നിറം ചുമന്നതാണ് എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. പുതിയ കണ്ടുപിടുത്തങ്ങളിൽ ചൊവ്വയുടെ നിറം ചുവപ്പാണെന്നും അതിന് കാരണം അയൺ ഓക്സൈഡ് ആണെന്നും കണ്ടെത്തി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാണാൻ കഴിയാത്ത ഒന്നിനെ കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ്. ചോദ്യം തന്നെ തെറ്റായതുകൊണ്ട് കാണിച്ചു തരാൻ കഴിയില്ല എന്നും എന്നാൽ പറഞ്ഞു തരാൻ കഴിയുമെന്നുമാണ് ഉത്തരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.